നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്നും പുറത്തായ ശേഷം സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തി റോക്കി അസി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന റോക്കിയെ ഹാരമണിയിച്ചും തലപ്പാവ് ചൂടിപ്പിച്ചുമാണ് ആരാധകർ വരവേറ്റത്. ബിഗ് ബോസിനെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അടിപൊളി ഗെയിം ആയിരുന്നു, ഞാൻ വലിയ ഗെയിമർ ഒന്നുമല്ല, അതുകൊണ്ട് എനിക്ക് ഗെയിം ഒന്നും കളിക്കാനും പറ്റിയില്ല, പുറത്തെങ്ങനെയാണോ ഞാൻ അതുപോലെ തന്നെയായിരുന്നു ബിഗ് ബോസ് വീട്ടിലും, എനിക്ക് പേടിയൊന്നുമില്ല എന്നാണ് റോക്കി പറഞ്ഞത്. സിജോയെ മർദ്ദിച്ച ശേഷം കൺഫെഷൻ റൂമിലിരുന്ന് പൊട്ടിക്കരഞ്ഞതിനെ കുറിച്ചും റോക്കി സംസാരിച്ചു. റോക്കി കരഞ്ഞുമെഴുകി എന്ന സംഭവങ്ങൾ കാണുന്നുണ്ട്. 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഒന്നാമത്തേത് 6 വർഷം കാത്തിരുന്ന എനിക്ക് കിട്ടിയ അവസരം മിസ്സായി. ഒരാളുടെ ആക്ട് കൊണ്ട് എൻ്റെ റിയാക്ഷൻ എവിടെയോ മിസ്സായി. ഒരു ദിവസം ഞാൻ സിജോയെ എൻ്റെ ഫ്രണ്ടായി കണ്ടു. അങ്ങനെ ഒരാളുടെ പുറത്ത് കൈവയ്ക്കേണ്ടി വന്നതിനുള്ള വിഷമം കൊണ്ടും അയാൾക്കും അച്ഛനും അമ്മയും സുഹൃത്തുക്കളുമുണ്ട്, അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരെയും ഓർത്തിട്ടാണ് റോക്കി കരഞ്ഞത്. അല്ലാതെ റോക്കി പേടിച്ച് കരഞ്ഞതല്ല. റോക്കി അന്നും ഇന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാനായിട്ട് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. റോക്കി എങ്ങനെയാണോ പുറത്ത് അതുതന്നെയായിരുന്നു ബിഗ് ബോസിലും. യഥാർത്ഥ റോക്കിക്ക് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ ഒന്നും വേണ്ട, ഓൾവേസ് റോക്കി ഗോൺ ഓൺ ആക്ഷൻ എന്നാണ് റോക്കി പറഞ്ഞത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.